എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു വാഹനത്തിന്റെ വിശേഷമായിട്ടല്ല നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ആദ്യം തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുവാണ്, നിങ്ങളെല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോയുടെ എൻഡ് വരെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു അറിവുള്ള ആളായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. പൊതുവെ നമ്മുടെ നാട്ടിലുള്ള ഒരു മിഥ്യാധാരണയും അല്ലെങ്കിൽ ഡൽഹി വണ്ടികളെക്കുറിച്ചുള്ള കുറച്ചധികം സംശയങ്ങളും ആ കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദയവായിട്ട് എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരുപാട് വലിച്ചു നീട്ടാതെ മാക്സിമം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ കുറേയധികം കാര്യങ്ങൾ പറയാനുമുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഡൽഹിയിൽ നിന്ന് എങ്ങനെയാണ് ഒരു 10 ലക്ഷത്തിൽ താഴെയുള്ള ക്രിസ്റ്റ കിട്ടുക, അല്ലെങ്കിൽ ഒരു 15-18 ലക്ഷം രൂപയിൽ താഴെ ഒക്കെ നമുക്ക് ഫോർച്യൂണർ ന്യൂ ഷേപ്പ് വണ്ടികളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്, ആ വണ്ടികളുടെ ഒരു ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് ഉദാഹരണ സഹിതം വ്യക്തമാക്കാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യാണ്, എല്ലാവരും പൂർണ്ണമായിട്ടും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ വിലക്കുറവിൻ്റെ രഹസ്യം എന്താണ്, അല്ലെങ്കിൽ വിലക്കുറവിൽ വരുന്ന വണ്ടികളുടെ ക്വാളിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. അപ്പം എനിക്കറിയാം, അല്ലെ തന്നെ നമ്മളോട് ദേഷ്യമുള്ളവരോ അല്ലെങ്കിൽ നമ്മളോട് എന്താ പറയുക, നമ്മൾ അവർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, നമ്മൾ ജെന്യുവൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് നമ്മളോട് കുറച്ചും കൂടെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ. പക്ഷേങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ആൾക്കാർ അറിയണം, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ നാട്ടിൽ പൊതുവെ ആൾക്കാർക്ക് അറിയത്തില്ലാത്ത കുറച്ച് കാര്യങ്ങളുമുണ്ട്. അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണം, ഉദാഹരണ സഹിതം ഷെയർ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ വിലക്കുറവ് വരുന്ന വണ്ടി എങ്ങനെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയുടെ കൂടെ തന്നെ അത് ഞാൻ ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെയധികം വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് 10-25 വർഷമൊന്നും ആയില്ലെങ്കിലും 5-6 വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ അറിയാം. മാത്രമല്ല ഡൽഹിയിലെ ഒരു ആയിരക്കണക്കിന് ഡീലർമാരായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അവരുടെയൊക്കെ ഗ്രൂപ്പുകളിലും അപ്പോൾ എന്നെ അറിയത്തില്ലാത്ത, നമ്മൾ ഒരിക്കൽ മാത്രം പരിചയപ്പെട്ട് നമ്മുടെ നമ്പർ വാങ്ങി പോകുന്ന ആളുകളും ബ്രോക്കർമാരും ഇടനിലക്കാരും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഗ്രൂപ്പുകളിൽ നമ്മൾ അംഗമാണ്, അല്ലെങ്കിൽ അല്ലാതെ അവരുടെയായിട്ട് പേഴ്സണലിൽ നമുക്ക് ചാറ്റിലൂടെ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് കിട്ടാറുണ്ട്. ഒരു ദിവസം കുറഞ്ഞത് നമുക്കൊരു 500 വണ്ടികളുടെ എങ്കിലും ഡീറ്റെയിൽ, അത് പല കാറ്റഗറിയിലുള്ള ടൊയോട്ടയുടെ വണ്ടികളും പ്രീമിയം വണ്ടികളും ചെറു വണ്ടികളും ഉൾപ്പെടെ നമ്മുടെ ഫോണിൽ നമുക്ക് ലഭ്യമാകാറുണ്ട്. പക്ഷെ ഞാനതൊന്നും എന്താ പറയുക, ഒരു പബ്ലിക്കിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാറില്ലായിരുന്നു. അത് അവരുടെ ഒരു രീതി, അല്ലെങ്കിൽ പല കാറ്റഗറി, നമുക്ക് നല്ല സൂപ്പർ ക്വാളിറ്റി വണ്ടികളും വരും, നമുക്ക് വരുന്ന വണ്ടികളൊക്കെ അങ്ങനെ തന്നെ കിട്ടുന്നതുമാണ്, നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതുമുണ്ട്. അപ്പം അതിനകത്ത് വരുന്ന ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയും, അപ്പോൾ നമുക്ക് ആ ചാറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും ഉൾപ്പെടെയാണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഷെയർ ചെയ്യുന്നതിനകത്ത് വ്യക്തമായിട്ട് അവർ എഴുതിയിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ ആദ്യം പറയുക. അത് കണ്ടിട്ട് അതിൻ്റെ അന്നേരത്തേന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, ഈ വണ്ടികൾക്ക് എന്തുകൊണ്ടാണ് വിലക്കുറവ് വരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതോടുകൂടി മനസ്സിലാകും. അതിനുശേഷം നമ്മൾ പോകുന്ന രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടുന്ന് ഒരു വണ്ടി പർച്ചേസ് ചെയ്ത് നാട്ടിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇതേ കമ്പനിയുടെ ഇതേ സെയിം സ്പെക്കിൽ, അതായത് എത്ര കിലോമീറ്റർ, സെയിം ഏകദേശം 1 ലക്ഷത്തിന് മേളിലോ 1 ലക്ഷത്തിൽ താഴെ ഓടിയ വണ്ടികൾക്ക് ഡൽഹി വണ്ടികൾക്കും നാട്ടിലെ വണ്ടികൾക്കും എന്ത് പ്രൈസ് ആണ് അവർ കോട്ട് ചെയ്യുന്നത്, അതായത് നാട്ടിൽ വിൽക്കാനിട്ടിരിക്കുന്ന വില, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയി നാട്ടിൽ വിൽക്കാനിട്ടിരിക്കുന്ന വണ്ടികളുടെ വില, അതിന് ഇവിടെ എന്ത് വിലയാകും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും, നിങ്ങൾക്ക് ഇതറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണുക. അതുപോലെ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. ഇതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കോൺസിക്വൻസസ് വരാം, അല്ലാതെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കോളുകളും നമ്മളോട് ദേഷ്യമുള്ളവരും ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഇത് നമ്മൾ ഒരു പബ്ലിക് ഇൻഫർമേഷനായിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ വരുന്ന വരായികകളൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണുക.
भाई ये देख रहे हो, ये देखो, इसका मेरे को थोड़ा डाउट है। ठीक है, इसका थोड़ा डाउट है। बाकी बॉडी लाइन की देख सकते हो आप, ये बॉडी लाइन है भाई। ये बोनट देख सकते हो भाई। അപ്പോൾ ഞാൻ ആ വണ്ടിയുടെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിൻ്റേതും സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ആ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഇത് 2016 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സെഡ് ഓട്ടോമാറ്റിക് ആണെന്ന് പറയുന്നു. ഈ വണ്ടി ഓടിയിരിക്കുന്നത് 2 ലക്ഷം കിലോമീറ്റർ ആണ് എന്നാണ് അതിൻ്റെ ഡീറ്റെയിലിൻ്റെ കൂടെ പറഞ്ഞിരിക്കുന്നത്. 2 ലക്ഷത്തിൽ കൂടുതൽ ഓടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. പിന്നെ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന അതിൻ്റെ ഒരു സൈഡ് അല്ലെങ്കിൽ 2 സൈഡുകളും റീപെയിൻറ്റഡ് ആണ്, ഫുള്ളി റീപെയിൻറ്റഡ് ആണ്. മെയിനായിട്ടുള്ള സംഭവം വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല. പിന്നെ ആ വണ്ടിയുടെ റൈറ്റ് സൈഡ് ആക്സിഡൻ്റലാണ്. അപ്പോൾ അത് ഇടിച്ചിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ ഫ്രെയിം വളഞ്ഞു പോയിട്ട് അത് പണിതതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ ബോണറ്റ് കണ്ടിട്ട് ബോണറ്റും റീപ്ലേസ് ആണ്. അപ്പം ഹെഡ്ലൈറ്റിൻ്റെ ക്ലിപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടുത്തെ ക്ലാമ്പുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളൊരു വാഹനമാണ്. ടയർ കണ്ടീഷൻ ഏകദേശം 75% ടയറുകളുണ്ട് എന്നാണ് ആ വണ്ടിയുടെ കാര്യം പറയുന്നത്. അതിന് 8.5 ലക്ഷം രൂപയാണ് വില. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ, ആ വണ്ടിയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇങ്ങനത്തെ വണ്ടികളാണ് നാട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് 10.5 ലക്ഷം രൂപയ്ക്ക് തന്നേക്കാം, 11 ലക്ഷം രൂപയ്ക്ക് തന്നേക്കാം എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വൈറ്റ് കളറിലുള്ള വണ്ടികൾ ഒരു 80% 90% വണ്ടികൾ ടാക്സി പർപ്പസിൽ ഓടുന്ന വണ്ടികളാണ്. അത് ജി ആണെങ്കിലും സെഡ് ആണെങ്കിലും ഒക്കെ അത് തന്നെയാണ്. വി ആണെങ്കിലും ഒക്കെ ടാക്സി പർപ്പസിൽ ഓടുന്ന വണ്ടിയാണ്. മിനിമം ഒരു 3 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ അതിന് മേളിലൊക്കെ ഓടിയ വണ്ടികളാണ് ഇങ്ങനെ കിട്ടുക. അതിന് മെയിൻ റീസൺ പറയുന്നത്, നമ്മുടെ നാട്ടിലേക്കാട്ടിലും കുറച്ചും കൂടെ ടൂറിസം അല്ലെങ്കിൽ മറ്റ് അനുബന്ധ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ മാസങ്ങൾക്ക് അല്ലെങ്കിൽ മാസങ്ങളോളം ഒക്കെ കൊട്ടേഷനിലാണ് വണ്ടികൾ ഓടുന്നത്. കൂടുതലും വലിയ വലിയ കമ്പനികൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരേ ട്രാൻസ്പോർട്ട് ഏജൻറ്റിൻ്റെ തന്നെ 100 150 ഇന്നോവ ക്രിസ്റ്റകളൊക്കെ ഓടുന്ന അവരെയൊക്കെ നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയുള്ളവരുടെ ഒരു ഹോട്ടലുകളൊക്കെ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഓടുന്ന വണ്ടികളാണ്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ അവരുടെ ഒരു കമ്പനിയുടെ കോൺട്രാക്റ്റ് പ്രകാരം ഈ കമ്പനിയും ഈ ഏത് സ്ഥാപനമാണോ ഇത് റെൻറ്റിന് എടുക്കുന്നത് അവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് പ്രകാരം ഇത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 3 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ വണ്ടി റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ വണ്ടികൾ അവർക്ക് ഇടണം. അങ്ങനെയുള്ള വണ്ടികൾ ബൾക്കായിട്ട് ലേലം പിടിക്കുകയോ അല്ലെങ്കിൽ സിംഗിളായിട്ട് പർച്ചേസ് ചെയ്യുകയോ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മഞ്ഞ നമ്പർ പ്ലേറ്റ്, ടാക്സി നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടി ഇവിടുന്ന് നാട്ടിൽ കൊണ്ടുവന്നിട്ട് നാട്ടിലിപ്പോൾ ഒരു നമ്പർ പ്ലേറ്റ് അടിക്കാൻ 500 രൂപയുടെ കാര്യമേ ഉള്ളൂ. അത് വൈറ്റ് ബോർഡിലോട്ട് മാറ്റി നിങ്ങളെ വണ്ടി കാണിക്കും. ഇത് ടാക്സി ആണോ, ടാക്സി ആയിരുന്നോ, ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളാണ് ഈ വിലക്കുറവിൽ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്നത്. പിന്നെ അതിനകത്ത് ചെയ്യുന്ന മെയിൻ കാര്യം, ഇവിടെ ഏത് വണ്ടിയുടെയും ഏത് പ്രീമിയം വണ്ടിയുടെയും പൊളിച്ച സെക്കൻഡ് സാധനങ്ങൾ കിട്ടുന്ന മാർക്കറ്റ് ഉണ്ട്. എല്ലാവർക്കും അറിയാം. മായാപുരിയിൽ പോയാൽ നിങ്ങളൊരു 2010 മോഡൽ വണ്ടിയുടെ അല്ലെങ്കിൽ അതിനും പുറകോട്ടുള്ളൊരു മോഡൽ വണ്ടിയുടെയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള താർ റോക്സ് പോലുള്ള വണ്ടികളോ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടികളുടെ ആണെങ്കിൽ പോലും ഏത് ഒരു നട്ട് വേണമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ആ സെയിം സാധനത്തിൻ്റെ ഫോട്ടോയോ ആ വണ്ടിയുടെ വിൻ നമ്പറോ ആയിട്ട് മായാപുരി മാർക്കറ്റിൽ ഒന്ന് കയറി ഇറങ്ങിയാൽ ഏകദേശം 8-10 കിലോമീറ്റർ ചുറ്റളവിൽ പരന്ന് കിടക്കുന്ന വലിയൊരു മാർക്കറ്റാണ്. അവിടെ കയറിയാൽ നിങ്ങൾക്ക് ഈ സാധനം ജെന്യൂൻ സ്പെയർ, അതായത് ഏതെങ്കിലും ഇടിച്ച് വണ്ടി പൊളിച്ചതിനകത്തു നിന്നൊക്കെ നിങ്ങൾക്ക് ഇത് പിറക്കി എടുത്ത് തരും. അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പം അതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ പറയുന്നത്, ഇപ്പോൾ ഒരു ബോണറ്റ് പോയി, ഒരു വൈറ്റ് വണ്ടിയുടെ ബോണറ്റ് പോയി, അവിടെ പൊളിച്ച ഒരു വണ്ടിയുടെ വൈറ്റ് ബോണറ്റ് നല്ലതുണ്ടാവും, ആ ബോണറ്റ് ഇവരെടുക്കും. അല്ലെങ്കിൽ ഡോറുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എഞ്ചിൻ വേണം, എഞ്ചിൻ വരെ അവിടെ കിട്ടും. മിനിമം ഒരു 100 വണ്ടി അസംബിൾ ചെയ്യാനുള്ള എല്ലാ സാധനവും അവിടെ ഉണ്ട്, ട്രക്ക് ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റുകളിൽ നിന്ന് ഈ സാധനം മേടിച്ച് ഫിറ്റ് ചെയ്യും. എന്നിട്ട് ഇത് ജെന്യൂൻ പാർട്സ് ആണ്, വണ്ടി റീപ്ലേസ്മെൻ്റ് ഇല്ല എന്ന് പറയാവുന്ന ഒരു ടെക്നിക്ക് അവിടെ ഉണ്ട്. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്, ഈ വണ്ടി ഇവിടെ തന്നെ ഇട്ടിട്ട്
വഴി സൈഡിലിട്ട് പെയിന്റ് അടിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. വഴി സൈഡിലിട്ട് വണ്ടിയുടെ എഞ്ചിൻ പണിയുന്ന വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെ ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് നമ്മളത് മുന്നോട്ട് പോകണോ അതോ ഇതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് കിട്ടുമോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇനി ഇതിൻ്റെ വരും എപ്പിസോഡുകൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് വണ്ടികളുടെ ആക്സസറീസ് പോകുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഡൽഹിയിലെ കരോൾ ബാഗിൽ നിന്നും അല്ലെങ്കിൽ കാശ്മീർ ഗേറ്റിൽ നിന്നും ഒക്കെയുള്ള ഹോൾസെയിൽ മാർക്കറ്റുകളിൽ നിന്നാണ് നമ്മുടെ ഓൾ ഓവർ ഇന്ത്യ ഇതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും, അലോയ്സ് ഉൾപ്പെടെ, വണ്ടിയുടെ കിറ്റുകൾ ഉൾപ്പെടെ, വണ്ടിയുടെ ആഫ്റ്റർ മാർക്കറ്റ് ടൈലൈറ്റുകൾ, ഹെഡ്ലൈറ്റുകൾ, ആംബിയൻസ് ലൈറ്റ്, മ്യൂസിക് സിസ്റ്റം ഉൾപ്പെടെയുള്ള സകലമാന സാധനവും ചെറിയ നട്ട് തൊട്ട് മേളിലോട്ടുള്ള എല്ലാ സാധനവും ഇവിടെ കിട്ടും. ഈ വണ്ടികൾ ഇവിടെ തന്നെ ഇട്ട് വഴിയിലിട്ട് പെയിന്റ് ചെയ്ത് ഒരു പോളിഷിങ്ങും ഒക്കെ ചെയ്ത് ഈ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇടിച്ച വണ്ടികളാണെങ്കിൽ ഇവർ ചെയ്യുന്ന മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുള്ള് ബോഡി കിറ്റ് അങ്ങ് മാറ്റും. ഫ്രണ്ട് ഇടിച്ച വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ഒരു 2017 വണ്ടിയാണെങ്കിൽ അത് 2023 ക്രിസ്റ്റയുടെ ഫ്രണ്ട് ആയിട്ട് അങ്ങ് അവർ അപ്ഗ്രേഡ് ചെയ്തങ്ങ് മാറ്റും. അതിനൊന്നും വലിയ ചിലവ് വരുന്ന കാര്യമല്ല ഇവിടെ. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് വണ്ടി നല്ല കുട്ടപ്പനാക്കി നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ മായാപുരി മാർക്കറ്റിൽ നിറയെ ഷോപ്പുകളുണ്ട്. യൂസ്ഡ് ടയറുകൾ, അതിൽ നല്ല ടയറുകൾ ഉണ്ട്, പിന്നെ വരച്ച ടയറുകൾ എന്ന് നമ്മുടെ നാട്ടിൽ പറയും. അതായത് നമ്മൾ അതിൻ്റെ ത്രെഡ് അതിൻ്റെ ആ ഒരു ഡിസൈൻ അല്ലാതെ തന്നെ ചെത്തി എടുക്കുന്ന ടയറുകൾ കിട്ടും. അപ്പോൾ ഒരു പഴയ ടയറുള്ള ഒരു വണ്ടി അതിൻ്റെ സൈസ് ഏതാണോ, ഇപ്പം 15 ഇഞ്ചാണോ 16 ഇഞ്ചാണോ, ഇനി ഹെവി ടയറുകളാണെങ്കിൽ പോലും അവിടെ കിട്ടും. അവിടെ പോയിട്ട് എനിക്ക് തോന്നുന്നത് ചെറിയ പൈസയ്ക്ക് ടയർ കിട്ടും. അപ്പോൾ ആ ടയർ കാഴ്ചയ്ക്ക് ത്രെഡുള്ള ടയറുകൾ മേടിച്ച് ഇട്ടിട്ട് ആ ടയറുകളൊക്കെ ഫുള്ളാണെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാ വണ്ടികളുടെയും അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ഉൾപ്പെടെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനത്തെ ടയറുകളല്ല എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയണം, ഞാൻ ആരെയും കുറച്ച് പറയുമോ കൂട്ടി പറയുമോ അങ്ങനെയൊന്നും അല്ല. ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ നല്ല പൊതുവെ വണ്ടികളെ പറ്റി വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം സ്വന്തമായിട്ട് ഒരു കാർ വേണമെന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും വണ്ടിയെ പറ്റി ടെക്നിക്കലായിട്ട് അറിയണം എന്നൊന്നുമില്ല. വണ്ടിയുടെ ഒരു മെക്കാനിക്കൽ പെർഫെക്ഷൻ എങ്ങനെയുണ്ട്, വണ്ടിയുടെ ബോഡി ക്വാളിറ്റി എങ്ങനെയുണ്ട്, വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. അതാരുടെയും കുറ്റവുമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പം വണ്ടി വാങ്ങാൻ പോകുന്ന അവരുടെ അത്രയും എക്സൈറ്റ്മെൻറ്റോടു കൂടിയായിരിക്കും ഇവരൊരു വണ്ടി നോക്കാനോ കാണാനോ വാങ്ങാനോട്ടൊക്കെ പല പല സ്ഥലങ്ങളിൽ പോവുക നമ്മുടെ നാട്ടിൽ. അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും പോലെ കാഴ്ചയിലാണ് നമുക്ക് ഏറ്റവും അട്രാക്ഷൻ തോന്നുന്നത്. അതാണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. ആ വണ്ടി എത്രത്തോളം ഭംഗിയാക്കി ഇടാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കി ഇടും. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഈ കാഴ്ചയിൽ നമ്മളവിടെ പോയി നമ്മൾ പിന്നീട് ഇതിൻ്റെ വലിയ വലിയ കാര്യങ്ങളിലോട്ടൊന്നും പോകത്തില്ല. അങ്ങനെ അബദ്ധം പറ്റി വണ്ടികൾ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഞാനിത് നല്ല ക്ലീൻ സൂപ്പർ ക്ലാസ് വണ്ടികൾ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നാട്ടിലുണ്ട്. അപ്പം ഞാൻ അവരെ അടച്ചാക്ഷേപിച്ച് കാര്യങ്ങൾ പറയുമല്ല. ഞാൻ എല്ലാം കോമൺ ആയിട്ട് വണ്ടി വാങ്ങാൻ പോകുന്ന ആൾക്കാർക്കുള്ള ഒരു അവയർനെസ് പോലെ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഇനി താഴെ വന്നിട്ട് നീ ആരാടാ എല്ലാവരുടെയും ഗുണദോഷിക്കാൻ എന്നൊക്കെ ഉള്ള കമൻറ്റുകൾ വരാം, അല്ലെങ്കിൽ ചീത്ത വരാം, ഫോൺ വിളികൾ വരാം. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ആര് വണ്ടി എടുക്കാൻ പോയാലും നിങ്ങൾക്ക് ഇപ്പം നാട്ടിൽ ഇഷ്ടം പോലെ വണ്ടി ഇൻസ്പെക്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വർക്ക്ഷോപ്പിൽ അത്യാവശ്യം നല്ല പണി അറിയാവുന്ന നല്ലൊരു മെക്കാനിക്കിനെ കൂട്ടിക്കൊണ്ട് പോവുക വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വണ്ടിയിൽ റീപെയിൻറ്റ് കാര്യങ്ങളൊക്കെ നോർമൽ, വലിയ കാര്യങ്ങളൊന്നുമല്ല. റീപെയിൻ്റ് അല്ല നമുക്ക് മെയിൻ പ്രശ്നമായിട്ട് വരിക. വണ്ടിയുടെ സ്ട്രക്ചറൽ ഡാമേജുകളുണ്ടോ, വണ്ടിയുടെ എൻജിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വണ്ടിയുടെ ഗിയർ ബോക്സ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വണ്ടി ഏതെങ്കിലും മേജർ ആക്സിഡൻറ്റിൽ പോയ വണ്ടിയാണോ, ഫ്ലഡഡ് ആയിട്ടുള്ള വണ്ടികളാണോ എന്നുള്ളത് നമ്മളെപ്പോലെ സാധാരണ ഒരു ആൾക്ക് പോയി നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പോകുമ്പോൾ നിങ്ങളൊരു മെക്കാനിക്കിനെ കൂട്ടിക്കൊണ്ട് പോകുക. അല്ലെങ്കിൽ ഒരു വണ്ടി ഇൻസ്പെക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട്, ഏജൻസികളുണ്ട്. അവർ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പോയി വണ്ടി വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല ഒരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ വണ്ടിയുടെ വിലക്കുറവ് ആകർഷകമായ രീതിയിൽ ഇടുക, ആകർഷകമായ വിലകൾ ഇടുക എന്നുള്ളത് അട്രാക്റ്റ് ചെയ്യുന്ന വില. അപ്പോൾ നിങ്ങൾ അതിലും ചിന്തിക്കണം.
ഒരു നോർമൽ മാർക്കറ്റ് വാല്യൂ എല്ലാ വണ്ടികൾക്കും ഉണ്ടാവും. അത് ഒറിജിനൽ കേരള എന്ന് പറയുന്ന വാഹനങ്ങൾക്കും ഉണ്ടാവും, ഡൽഹി വണ്ടികൾക്കും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആവറേജ് ഒരു പ്രൈസ് റേഞ്ചിലും വളരെ താത്ത് നിങ്ങളോട് ഒരു വണ്ടിയുടെ വില പറയുന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് എന്തെങ്കിലും മേജറായിട്ടുള്ള പ്രശ്നമുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നത്, വണ്ടി എടുക്കാൻ പോകുമ്പോൾ പൊതുവെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചേറെ ശ്രദ്ധിക്കണം. അതുപോലെ ഡൽഹിയിൽ നിന്ന് ഞാൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ എന്നെ പോലെ വീഡിയോ ചെയ്തും അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരസ്യം ചെയ്തും ഒരു പരസ്യവും ഇല്ലാതെ ഇഷ്ടംപോലെ വണ്ടികൾ എടുത്തു കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആരുടെ കയ്യിൽ നിന്ന്, എൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വണ്ടിയുടെ അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എങ്ങനെയുണ്ട്, നമ്മളുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ നിങ്ങളൊക്കെ അന്വേഷിക്കേണ്ടി വരും. കാരണം നിങ്ങൾ അന്വേഷിക്കേണ്ടി വരുമെന്നല്ല, നിങ്ങൾ അന്വേഷിക്കണം. കാരണം നിങ്ങൾ നാട്ടിലായിരിക്കാം, വളരെ ചുരുക്കം ആൾക്കാരാണ് ഇവിടെ വന്ന് വണ്ടി വാങ്ങി എടുത്തിട്ട് പോവുക. ബാക്കിയുള്ളവരൊക്കെ നമ്മളെ വിശ്വസിച്ച് തന്നെയാണ് വണ്ടി എടുക്കുക, നമ്മളെ നല്ല ആരുടെ കയ്യിൽ നിന്ന് എടുത്താലും. അപ്പോൾ നിങ്ങൾക്ക് മിനിമം നിങ്ങളുടെ ഒരു അവകാശമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ ഏത് നാട്ടിലാണോ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് നാട്ടുകാരനാണ്. നിങ്ങൾ എൻ്റെ നാട്ടിൽ, അതായത് ഇപ്പോൾ ഞാനൊരു കസ്റ്റമർ ആണെങ്കിൽ ഞാൻ ഇവിടെ വണ്ടി ചെയ്യുന്ന എന്നെ പോലുള്ള ഒരാളോട് ആദ്യം ചോദിക്കുക, ഞാൻ നാട്ടിൽ ഇന്ന സ്ഥലക്കാരനാണ്, അപ്പോൾ എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ ഈ അടുത്ത സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ വണ്ടി കൊടുത്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആ ആളുടെ നമ്പർ ഒന്ന് തരാമോ, അവരോട് ചോദിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളൊന്ന് അപ്പോൾ അങ്ങനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഇപ്പം ഞാൻ ഒരു വണ്ടി കോട്ടയത്ത് കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ കോഴിക്കോട് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്യാം, നിങ്ങൾ കോഴിക്കോട്ട് കൊടുത്തിരിക്കുന്ന വണ്ടികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുന്ന ആരുടെയെങ്കിലും ഒരു റെഫറൻസ് നമ്പർ തരാമോ, ഞങ്ങൾ അവരോടും കൂടെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ നിങ്ങളുടെ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ധൈര്യമായിട്ട് ഞാൻ തരും കേട്ടോ, ആർക്ക് വേണമെങ്കിലും തരാം. അങ്ങനെ നിങ്ങൾക്ക് അത് അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വിശ്വാസയോഗ്യമായിട്ട് വണ്ടി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇനി ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ അടുത്ത ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്തൊരു സെഗ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേന് നാട്ടിലെ വണ്ടികളുടെ വില, അതായത് ഒറിജിനൽ കേരള എന്ന് നമ്മുടെ നാട്ടിൽ പേരിട്ട് വിളിക്കുന്ന ആ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടികളുടെ വിലയും ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരുന്ന വണ്ടികളുടെ വിലകൾ തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ്, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ട് നാട്ടിൽ കൊണ്ട് വിൽക്കാനിട്ടിരിക്കുന്ന വണ്ടികൾ, അവിടെ വിൽക്കാനിട്ടിരിക്കുന്ന റേറ്റും ഇവിടുത്തെ ഒരു മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് ആവറേജ് വരുന്ന വിലയും, അത് ടാക്സ് അടച്ച് നാട്ടിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പെൻസ് വരുമെന്നും എന്നിട്ട് നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനും സാധിക്കും. എത്ര രൂപയുടെ പ്രൈസ് ഡിഫറൻസ് നിങ്ങൾ ഡയറക്റ്റ് ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ഐഡിയ തരുന്ന ഒരു കാര്യമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 വണ്ടിയുടെ നാട്ടിലെ പരസ്യത്തിനകത്ത് ഞാൻ ആരുടെയും കോൺടാക്ട് നമ്പരോ അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി വെളിവാക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ അതെല്ലാം ഹൈഡ് ചെയ്തിട്ട് തന്നെയാണ് ആ സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുക. അങ്ങനെ ഓരോ വണ്ടികളുടെയും സ്ക്രീൻഷോട്ട് കാണിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയും. അവിടെ ചോദിച്ചിരിക്കുന്ന വില, അതിൻ്റെ മോഡൽ, എത്ര കിലോമീറ്റർ ഓടി, അത് എത്ര രൂപയാണ് ആസ്ക് ചെയ്യുന്നത്, അത് പിന്നീട് അതേ സെയിം ആ ഒരു സ്പെക്കിലുള്ള വണ്ടി നമ്മൾ ഡൽഹിയിൽ നിന്ന് എടുത്ത് നാട്ടിൽ രജിസ്റ്റർ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാകും, എന്നിട്ട് ആ വണ്ടി ഈ വണ്ടിയും തമ്മിലുള്ള, അല്ലെങ്കിൽ നമ്മൾ ഡൽഹിയിൽ നിന്ന് എടുക്കുന്ന വണ്ടിയും തമ്മിൽ നിങ്ങൾക്ക് എത്ര രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിനകത്ത് പറയുന്ന റേറ്റ്, ഞാനിവിടെ ഡൽഹിയിലായതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ മാർക്കറ്റ് റേറ്റ് ഏകദേശം അറിയാം. ഞാൻ പറയുന്നതെല്ലാം ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ റേറ്റാണ് ഞാൻ പറയുക. അതായത് നല്ല സർവീസ് ട്രാക്കുള്ള, റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത, സിംഗിൾ ഓണർ അല്ലെങ്കിൽ സെക്കൻഡ് ഓണർ വണ്ടി, നമ്മൾ അതിൽ കൂടുതൽ ഓണർഷിപ്പുള്ള വണ്ടികൾ ചെയ്യുന്നില്ല. അങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾക്ക് മാക്സിമം ഇവിടെ എത്ര രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ വണ്ടി നാട്ടിലെത്തിക്കാനായിട്ട് നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് എന്തായിരിക്കും, ആവറേജ് എന്തായിരിക്കും, അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എത്ര രൂപയുടെ കോസ്റ്റ് വരും, അതും നമ്മളുടെ നാട്ടിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വണ്ടിയുടെ മോഡൽ, വേരിയൻറ്റ്, ഇതിനെയൊക്കെ അനുസരിച്ചിട്ടുള്ള പല സ്ലാബുകളിലായിട്ടാണ്, ഇയർ അനുസരിച്ചിട്ട് പല സ്ലാബുകളിലാണ് നമ്മുടെ RTO അതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് അത് നമ്മുടെ കയ്യിലുണ്ട്, ടാക്സ് സ്ലാബ് ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഓൾ ഓവർ ഇന്ത്യയിലുള്ള എക്സ്ഷോറൂം പ്രൈസ് എടുത്തിട്ടാണ്. അതിൽ ഏറ്റവും മാക്സിമം എത്രയാണോ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ പറയുന്നത്. ഏകദേശം 15,000 രൂപ വരെ ഏറ്റക്കുറച്ചിലുകൾ അതിനകത്ത് വരാം. അതിൽ കൂടുതൽ വ്യത്യാസങ്ങളൊന്നും വരില്ല. കാരണം ഞാൻ എടുത്തു കൊടുക്കുന്ന എല്ലാ വണ്ടികൾക്കും ഞാൻ അതും നിങ്ങളോട് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നത്, ടൊയോട്ടയുടെ ഏത് വണ്ടി നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്താലും അതിൻ്റെ പർച്ചേസ് ഇൻവോയ്സ്, അതായത് ഇവിടുത്തെ ഇൻവോയ്സ് നിങ്ങൾക്ക് ഞാൻ തരും.
അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ഷോറൂം പ്രൈസിൽ ഡൽഹി പ്രൈസും നമ്മുടെ നാട്ടിലെ പ്രൈസും തമ്മിൽ എക്സ്ഷോറൂം പ്രൈസിൽ തന്നെ 1.5-2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വണ്ടികളുടെ വ്യത്യാസം അനുസരിച്ചിട്ട് ഉണ്ട്. അത് നമുക്ക് ടാക്സിൽ നമുക്കതിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ ഇവിടുത്തെ എക്സ്ഷോറൂം വാല്യൂ ഉള്ള ഒറിജിനൽ ഇൻവോയ്സ് നമുക്കുണ്ടെങ്കിൽ ആ ഒരു എക്സ്ഷോറൂം പ്രൈസ് വെച്ചിട്ടായിരിക്കും നാട്ടിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ഇൻവോയ്സ് ഇല്ലാതെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അന്ന് ഇപ്പം നിങ്ങളൊരു ജിയോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ക്രിസ്റ്റയുടെ എടുത്തെന്ന് പറഞ്ഞാൽ പോലും ആ 2017 എന്ന് വെക്കുക, ആ 2017 ഇന്നോവ ക്രിസ്റ്റ എന്ന് പറഞ്ഞ് അവർ എൻ്റർ ചെയ്യത്തുള്ളൂ. അതിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് അന്നേരം അവർ കാൽക്കുലേറ്റ് ചെയ്യുക സെഡ് ഓട്ടോമാറ്റിക്കിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ഇട്ടിട്ടായിരിക്കും അവർ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ടാക്സ് കൂടുതൽ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പം അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ. അതായത് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്ന ആ കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളെ ആരെയും ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇച്ചിരി ലെങ്തായിട്ട് വീഡിയോ ചെയ്തു പോകുന്നത്. എല്ലാവർക്കും ഗുണപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ ആദ്യം നമ്മൾ കാണിക്കുന്നത് 2020 മോഡൽ 4x4 ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണെന്നാണ് ഇതിൻ്റെ ഡീറ്റെയിലിൽ പറയുന്നത്. ഈ വാഹനത്തിന് കേരളത്തിൽ ആസ്ക് ചെയ്യുന്ന റേറ്റ് അത് ആ സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 36 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന റേറ്റ്. അപ്പോൾ ഈ വാഹനത്തിന് ആവറേജ് ഡൽഹിയിൽ പ്രൈസ് വരിക ഇപ്പോൾ ഒരു 2020 മോഡൽ വണ്ടിക്ക് ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിക്ക് ഡൽഹി 4x4 വണ്ടിക്ക് വരുന്ന വില എന്ന് പറയുന്നത് ഒരു 25 ലക്ഷം രൂപ തൊട്ട് 26 ലക്ഷം രൂപയാണ് അതിൻ്റെ ഒരു മാക്സിമം വില ഡൽഹി പ്രൈസ് വരിക. നിങ്ങൾക്ക് ടാക്സ് നാട്ടിലെ ടാക്സ് വരിക അപ്രോക്സിമേറ്റ് ഒരു 5 ലക്ഷം രൂപ മാക്സിമം, അല്ലെങ്കിൽ 5.5 ലക്ഷം അങ്ങ് കൂട്ടിക്കോ. 5.5 ലക്ഷം രൂപ നിങ്ങൾ കൂട്ടിയാൽ പോലും നിങ്ങൾക്ക് ഒരു ഏകദേശം എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 30 ലക്ഷം രൂപ തൊട്ട് 31 ലക്ഷം രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ഈ വണ്ടി ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് നാട്ടിലെത്തിച്ച് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആ വണ്ടിക്ക് ചോദിച്ചിരിക്കുന്ന വില എന്ന് പറയുമ്പോൾ ഇപ്പം നിലവിൽ ചോദിച്ചിരിക്കുന്ന വില 36 ലക്ഷം രൂപയാണ്. നിങ്ങളൊരു വണ്ടിക്ക് നാട്ടിൽ ഏത് യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഷോറൂമിൽ പോയിട്ട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര രൂപ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും? കൂടി പോയാൽ നിങ്ങൾക്ക് ഒരു 25,000 രൂപ, 50,000 രൂപ, ഇനി പോട്ടെ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് അവർ കുറച്ച് ആ വണ്ടി നിങ്ങൾക്ക് തന്നു എന്ന് വെക്കുക. എങ്കിൽ പോലും നിങ്ങൾക്ക് കൊണ്ടുള്ളാകുന്ന ഒരു പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ മിനിമം ആ ഒരു 2020 മോഡൽ വണ്ടിയിൽ വ്യത്യാസമുണ്ട്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പം ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ രണ്ടാമത്തെ വണ്ടിയിലേക്ക് പോവാണ്. രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് ഒരു 4x2 ഓട്ടോമാറ്റിക് വേരിയൻറ്റിലുള്ള 2017 മോഡൽ വണ്ടിയാണ്. വളരെ ലോ കിലോമീറ്റർ ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടിക്ക് അവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 32 ലക്ഷം രൂപയാണ്. 17 മോഡൽ വണ്ടിയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 17 മോഡൽ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയുടെ ഡൽഹിയിലെ പ്രൈസ് എന്ന് പറയുന്നത് 20 ലക്ഷം രൂപ തൊട്ട് 21,50,000 രൂപ, മാക്സിമം 22 ലക്ഷം രൂപയിൽ താഴെയാണ് 17 മോഡൽ ഒരു ഹൈ ക്വാളിറ്റി വണ്ടിയുടെ. ഇനി 17 മോഡൽ നിങ്ങൾ ഒരു 1.5 ലക്ഷത്തിന് 2 ലക്ഷത്തിനൊക്കെ അടുത്ത് ഓടിയ വണ്ടിയൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഒരു 19 ലക്ഷം രൂപ 18 ലക്ഷം രൂപ ആ റേഞ്ചിൽ കിട്ടും. നമ്മുടെ തന്നെ ഒരു വണ്ടിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, 2016-17 വണ്ടി 190 സംതിങ് കൂടിയാണ്, ക്ലീൻ പീസ് വണ്ടിയാണ്. ആ വണ്ടിക്ക് 18,25,000 രൂപയാണ് ചോദിക്കുന്ന വില. അപ്പം അതാണ് ഞാൻ കിലോമീറ്റർ അനുസരിച്ചിട്ട് ഇതിൻ്റെ വിലയിൽ ഡിഫറൻസ് വരും. അപ്പം നിങ്ങൾക്ക് ഈ വണ്ടി ഇപ്പോൾ ഈ വണ്ടിയിലേക്ക് തന്നെ വരാം. ഇതിന് അവർ ചോദിക്കുന്ന വില 32 ലക്ഷം രൂപയാണ്. ഈ വണ്ടി 17 വണ്ടി നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വരുന്ന അപ്രോക്സിമേറ്റ് ടാക്സ് എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപ തൊട്ട് 3 ലക്ഷം രൂപ വരെയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടി ഇവിടുന്ന് എടുത്ത് നാട്ടിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് വരുന്ന ഏകദേശം എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 24 ലക്ഷം രൂപ 25 ലക്ഷം രൂപയിൽ താഴെയാണ്. അപ്പോഴും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വരുന്ന ഒരു പ്രൈസ് ഡിഫറൻസ് 5 to 7 ലക്ഷം രൂപ വരെ ആ വണ്ടിക്ക് ആ ചോദിച്ചിരിക്കുന്ന വില വെച്ച് 32 ലക്ഷം രൂപയാണ് ആ വണ്ടിക്ക് ചോദിച്ചിരിക്കുന്നത്. ഞാനിത് കള്ളമല്ല പറയുന്നത്, നമുക്ക് വരുന്ന പരസ്യങ്ങളുടെ അടിസ്ഥാനമാക്കി തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഒരാളൊരു ജോക്കിന് വേണ്ടിയിട്ട് അങ്ങനെ അത്രയും പ്രൈസ് കയറ്റിയിട്ടൊരു പരസ്യം ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ആ വണ്ടിക്ക് അവർ 32 ലക്ഷം രൂപ ചോദിക്കുന്നവർ 2 ലക്ഷം രൂപ കുറച്ചെന്ന് വെച്ചു, എന്നാൽ പോലും നിങ്ങൾക്ക് 5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ വയ്ക്കാം. ഇൻവെസ്റ്റ് ചെയ്ത് പൈസ വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ വിൽക്കാനിട്ടിരിക്കുന്നവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ലേ അവർ വിൽക്കാനിട്ടേക്കുന്നത്, അവരുടെ ഒരു പ്രോഫിറ്റ് എടുത്തിട്ടല്ലേ അവർ നിങ്ങൾക്ക് വണ്ടി വിറ്റ് തരുന്നത്. അപ്പോഴും നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ലാഭം വെച്ച എല്ലാവരും ലാഭത്തിന് വേണ്ടിയിട്ടും നമ്മുടെ വരുമാന മാർഗമൊക്കെയാണ്, അതിനൊക്കെയാണ് ബിസിനസ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ
നമ്മളത് അല്ലാതെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ? നല്ലൊരാളെ കിട്ടിയാൽ എന്നെ നിങ്ങൾ വിട്ടേര്, എന്നെ മാത്രം നിങ്ങൾ നോക്കണ്ട. എന്നെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകൾ ഡൽഹിയിലുണ്ട്, മലയാളികളുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ആരുടെ കയ്യിൽ നിന്ന് എടുത്താലും നിങ്ങൾക്ക് ഈ ഒരു ലാഭം കിട്ടുന്നതാണ് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എന്നെ പുകഴ്ത്താനോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടോ അല്ല ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് ഞാനിത് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു പറച്ചിലാണ് ഈ ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന, നമ്മുടെ നാട്ടിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കുന്ന വണ്ടികളാണ് ഒറിജിനൽ കേരള വണ്ടികൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒറിജിനൽ കേരള വണ്ടികൾക്കും ഡൽഹി വണ്ടികൾക്കും തമ്മിൽ ഒരു നട്ടിൻ്റെ പോലും വ്യത്യാസമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഈ എല്ലാ സാധനവും ഉണ്ടാകുന്നത് നമ്മുടെ ഇന്ത്യയിലെ പ്ലാന്റുകളിൽ നിന്നോ അല്ലെങ്കിൽ വിദേശത്തെ പ്ലാന്റുകളിൽ നിന്നോ കൊണ്ടുവരുന്ന വണ്ടികൾ തന്നെ. അത് പല ഔട്ട്ലെറ്റിലായിട്ട് അവർ സെയിൽ ചെയ്യുന്നു, പല പല സ്റ്റേറ്റിൽ എന്നേ ഉള്ളൂ. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളതാണ്. വണ്ടി ആര് യൂസ് ചെയ്തു, എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളതാണ് ആ വണ്ടിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത്. ഈ അതർ സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് എന്തെങ്കിലും, എല്ലാ വണ്ടികളും റോഡിൽ കൂടെ തന്നെയാണ് ഓടുന്നത്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിനെക്കാട്ടിലും നല്ല മികച്ച വഴികൾ ഈ ഡൽഹി NCR ഉണ്ട്, അല്ലെങ്കിൽ UP സൈഡിലുണ്ട്, ഹരിയാന സൈഡിലുണ്ട്. അപ്പോൾ എല്ലാ വണ്ടികളും മോശമാണെന്ന് നമ്മൾ ഒരിക്കലും ആക്ഷേപിക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെ പലപ്പോഴും വീഡിയോയിൽ പറയണമെന്ന് ആഗ്രഹിച്ചതാണ്, നമ്മളുടെ 2018-19 ഫ്ലഡ് ഉണ്ടായി നമ്മുടെ നാട്ടിൽ. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് ഒരുപാട് വണ്ടികൾ ഫ്ലഡഡ് ആയിപ്പോയിട്ടുണ്ട്. ആ ഫ്ലഡഡ് ആയിപ്പോയ വണ്ടികളൊക്കെ എവിടെ പോയി? അപ്പം ഞാൻ ഇതിനകത്ത് ഒരു ഏജൻസിയുടെ പേര് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കോപ്പിറൈറ്റോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ പേര് പറയാത്തത്. വളരെ നമ്മുടെ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു വണ്ടി ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് എന്നാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പേര് തന്നെയാണ് അവരുടെ സ്ഥാപനത്തിൻ്റെയും പേര്. എനിക്കൊക്കെ ഒരുപാട് മോട്ടിവേഷൻ തരുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ കോപ്പി ചെയ്യുന്ന, അല്ലെങ്കിൽ മാതൃകയാക്കുന്ന, അല്ലെങ്കിൽ റെഗുലറായിട്ട് അവരുടെ വീഡിയോ കണ്ട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം നല്ല തികഞ്ഞ ഒരു മെക്കാനിക്കാണ്, അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ മെക്കാനിക്കാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ വണ്ടിയെ പറ്റി ടെക്നിക്കൽ നോളജ് നല്ലതായിട്ടുള്ള ആളാണ്. അദ്ദേഹം ബെൻസിൽ ജോലി ചെയ്ത ആളാണ്. വളരെയധികം വർഷം ബെൻസിൽ, ഓഡിയിലൊക്കെ മാറി മാറി ജോലി ചെയ്തതാണെന്നാണ് എൻ്റെ അറിവ്. അവർ ഒരു പൊതു താല്പര്യം പോലെ, ഇവർ പബ്ലിക് ഇൻഫർമേഷൻ പോലെ നമുക്കിപ്പം എടുക്കാൻ പറ്റുമല്ലോ. വിവരാവകാശ നിയമപ്രകാരം നമ്മുടെ സർക്കാരിന് തന്നെ ഒരു പേപ്പർ കൊടുത്തപ്പം സർക്കാർ കൊടുത്ത കണക്ക് പ്രകാരം നമ്മുടെ നാട്ടിൽ ഈ ഫ്ലഡിൻ്റെ സമയത്ത് ഏകദേശം 18,000 വണ്ടികൾ ടോട്ടൽ ഫ്ലഡായി പോയിട്ടുണ്ടെന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക കണക്ക്. ഈ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക കണക്കെന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, അത് ഏതെങ്കിലും മേജറായിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇച്ചിരി ഹൈ രീതിയിൽ നിൽക്കുന്ന ഷോറൂമുകളുടെയോ വർക്ക്ഷോപ്പുകളുടെയോ അല്ലെങ്കിൽ ആരെങ്കിലും പേഴ്സണലി അത് ക്ലെയിം ചെയ്യാനായിട്ട് ചെന്നോ ഒക്കെ മാത്രമുള്ള അറിവുകളാണ്. അല്ലാതെ എത്രയോ വണ്ടികൾ ആരും അറിയാതെ ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകളിലൊക്കെ പണിക്ക് കയറ്റിയിട്ടുണ്ടാവാം. അതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 18,000 വണ്ടികളും ശരിക്കും ഇന്ത്യയിലെ ഒരു നിയമപ്രകാരം, ഇത് ഞാൻ അദ്ദേഹം പറഞ്ഞ അറിവ് വെച്ചിട്ടാണ് പറയുന്നത്, ഇന്ത്യയിലെ നിയമപ്രകാരം ഇൻഷുറൻസിൽ ആ വണ്ടി ടോട്ടൽ ലോസ് ആയിട്ട് ക്ലെയിം ചെയ്തത് സ്ക്രാപ്പ് ചെയ്യേണ്ട വണ്ടികളാണ് ഈ 18,000 വണ്ടികൾ. പക്ഷെങ്കിൽ ഇന്ന് ഈ നാഴിക വരെ ഒരൊറ്റ വണ്ടി പോലും ആ ഒരു രീതിയിൽ ക്ലെയിം ചെയ്തിട്ടുമില്ല, സ്ക്രാപ്പ് ചെയ്തിട്ടുമില്ല. അത്രയും വണ്ടികൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അതിൽ തന്നെ ഒരു വണ്ടി ഇദ്ദേഹം തപ്പിപ്പിടിച്ച് അവരുടെ വീട്ടിൽ പോയി വണ്ടി വിറ്റിട്ട് അത് വാങ്ങിയ ആളുടെ അരികെ ചെല്ലുമ്പോൾ അദ്ദേഹം ഇതൊന്നും അറിയാതെ ആ വണ്ടി വാങ്ങിയിട്ട് വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചത്. അപ്പോൾ നമ്മൾ എല്ലാ അതർ സ്റ്റേറ്റ് വണ്ടികളെയും കുറ്റം പറയുന്നത് ശരിയാണോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് പേഴ്സണലി അനുഭവമുണ്ട്. ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഫ്ലഡ് ഉണ്ടായത്. ആ സമയത്ത് ചെങ്ങന്നൂർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വെള്ളം കയറിയത്. ചെങ്ങന്നൂർ തന്നെ എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹബന്ധമുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാം, ടോമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എനിക്ക് ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ആ സമയത്ത് ടിയാഗോ എടുത്തു. മെസ്സി പരസ്യം ചെയ്ത വണ്ടിയാണ് ടാറ്റ ടിയാഗോ. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിലിട്ടു. ഫ്ലഡ്, അദ്ദേഹം ഉറക്കം ഉണർന്നു വരുന്ന സമയത്ത് വെള്ളം കയറിപ്പോയി. അപ്പോൾ അവരവിടുന്ന് രക്ഷപ്പെട്ടു, മാറി. വണ്ടി എടുക്കാൻ പറ്റിയില്ല. വണ്ടി മൊത്തത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ആ വണ്ടി അവർക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റിയില്ല. എടുത്തിട്ട് 2 മാസം കണ്ടായിട്ടുള്ള ടാറ്റയിൽ കൊണ്ടുപോയി കൊടുത്തു. അവർ ആ വണ്ടി ഫുള്ള് റീവർക്ക് ചെയ്ത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് നമുക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യങ്ങളാണ്. അതും ഞാൻ ഇതിനകത്തൊന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പം നിങ്ങൾ ബോറടിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ വണ്ടി. അപ്പം രണ്ടെണ്ണം നമ്മൾ ഫോർച്യൂണറാണ് പറഞ്ഞത്. ഇനി നമ്മൾ മൂന്നാമത് പറയുന്നത് ഇന്നോവ ക്രിസ്റ്റയാണ്. ഇന്നോവ ക്രിസ്റ്റ 2017 സെഡ് ഓട്ടോമാറ്റിക്. അതിൻ്റെയും സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ വെക്കുന്നുണ്ട്. 1,80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. അതിന് അവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 19 ലക്ഷം രൂപയാണ്. ആവറേജ് ഡൽഹിയിൽ ഈ 17 മോഡൽ സെഡ് ഓട്ടോമാറ്റിക് ഇത്രയും കിലോമീറ്റർ ഓടിയ വണ്ടി ആയതുകൊണ്ട് ഏകദേശം ഒരു 13 ലക്ഷത്തിനും 14 ലക്ഷത്തിനും ഇടയ്ക്ക് മാത്രമേ അതിന് വില വരത്തുള്ളൂ. ചിലപ്പോൾ അതിലും കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വണ്ടിക്ക് നാട്ടിൽ വരുന്ന ടാക്സ് എന്ന് പറയുന്നത് മാക്സിമം 2 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഒരു തുകയാണ്. കാരണം 18 വണ്ടിക്ക് പോലും 2.5 ലക്ഷം രൂപയൊക്കെയോ ടാക്സ് വരുന്നുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഒരു 2 ലക്ഷമോ അതിൽ താഴെയോ അല്ലെങ്കിൽ കൂടിപ്പോയാൽ 2.5 ലക്ഷത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു ടാക്സേ ആ വണ്ടിക്കും വരത്തുള്ളൂ. എന്നാൽ പോലും നിങ്ങൾക്ക് 2-3 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആ വണ്ടിയിലും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വണ്ടികളുടെ പ്രൈസ് റേഞ്ച് പോകുന്നത്. ഇനി ഒരു വണ്ടിയുടെ കൂടെ ഡീറ്റെയിൽ അല്ല, 2 വണ്ടിയുടെ കൂടെ ഡീറ്റെയിൽ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒരു ടൊയോട്ട ഫോർച്യൂണർ 2017 മോഡല് 4x2 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി. അത് വിൽക്കാനിട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 30,80,000 രൂപ. ആ വണ്ടിക്ക് ഡൽഹിയിലെ മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് ഒരു 20 ലക്ഷം രൂപ തൊട്ട് 21,50,000 രൂപ. ടോപ്പ് ക്വാളിറ്റി വണ്ടിയുടെ കാര്യം, ലോ കിലോമീറ്റർ വണ്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ വണ്ടിയുടെ കിലോമീറ്റർ 1 ലക്ഷമാണ് ഇവർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ വണ്ടിക്ക് നമുക്ക് ടാക്സ് നാട്ടിൽ വരിക എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപ തൊട്ട് 3 ലക്ഷം രൂപ വരെയാണ്. എങ്കിൽ പോലും നമുക്ക് ആകെ വരുന്ന ചിലവെന്ന് പറയുന്നത് ഒരു 23 ലക്ഷം രൂപ തൊട്ട് 24 ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ വണ്ടി നിങ്ങൾക്ക് നാട്ടിൽ നമ്പറാക്കി നിങ്ങളുടെ സ്വന്തം പേരിലാക്കി മാറ്റാനായിട്ട് പറ്റും. 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 6 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരെ ഇതിലും ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ ലാസ്റ്റ് ഒരു വണ്ടിയുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ്, കാരണം ഇങ്ങനെ പറയാൻ പോയ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് ഒരു ഫോർച്യൂണർ 4x4 ആണ്, 17 മോഡലാണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ ഞാൻ ഇതിൽ എഴുതാൻ വിട്ടുപോയി, സോറി ക്ഷമിക്കുക, അത് സ്ക്രീൻഷോട്ടിലുണ്ട്. ഇതിന് പ്രൈസ് ചോദിക്കുന്നത് 31,25,000 രൂപയാണ്. അപ്പം അതിൻ്റെയും വില വരിക ഡൽഹിയിലെ ഒരു നോർമൽ റേറ്റ് വരും ഒരു 21,50 തൊട്ട് 22,50 വരെ. അതൊക്കെ ഞാൻ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ലോ കിലോമീറ്റർ വണ്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം ഇവിടുത്തെ ഒരു ആസ്കിങ് റേഞ്ച് ആണ് ഞാൻ പറയുന്നത്. അതിലും നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ടുള്ള റേറ്റിലൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഇതിന് ടാക്സ് വരിക ഒരു 2.25 ലക്ഷം രൂപ തൊട്ട് 3.5 ലക്ഷം രൂപയ്ക്കകത്ത് നമുക്ക് ടാക്സ് നിൽക്കും. എല്ലാ എക്സ്പെൻസും കൂടെ നിങ്ങൾക്ക് ഒരു 10-26 ലക്ഷം രൂപയ്ക്കകത്ത് ഇതെല്ലാം തീരും നിങ്ങൾ ഇവിടുന്ന് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ. അവിടെയും നമുക്ക് പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഒരു 4.5 ലക്ഷം രൂപ തൊട്ട് 5.5 ലക്ഷം രൂപ വരെ കൂടുതലാണ് ആ നാട്ടിൽ കിടക്കുന്ന അതേ വിലയിൽ നമുക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ വാഹനങ്ങൾ എടുക്കുമ്പോഴത്തേന് ഉണ്ട് എന്നുള്ള കാര്യം പറയാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് എവിടുന്ന് വണ്ടി എടുക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വേണമെങ്കിൽ നാട്ടിൽ നിന്ന് എടുക്കാം, ഡൽഹിയിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം, ഡൽഹിയിൽ നിന്ന് നാട്ടിൽ കൊണ്ടുവന്ന വണ്ടികൾ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എന്നെ പോലെ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അന്വേഷിച്ച് നിങ്ങളുടെ ഒരു ഒപ്പീനിയനൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്ത് വണ്ടികൾ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വണ്ടികളെല്ലാം ജെനുവിൻ സർവീസ് ഉള്ള വണ്ടികളായിരിക്കും എന്നുള്ള കാര്യവും, പ്രൈവറ്റ് ആയിട്ടുള്ള യൂസ് ചെയ്ത വണ്ടികൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യവും ഞാൻ പറയും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളെ ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇച്ചിരി നീണ്ടുപോയതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി പറഞ്ഞു വന്നപ്പോൾ കുറച്ച് നീളം കൂടിപ്പോയി, എന്നാലും ക്ഷമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണമുള്ള ഒരു കാര്യമാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ വീഡിയോയ്ക്ക് വരുന്ന റെസ്പോൺസ് അനുസരിച്ചിട്ട് ഞാൻ ഇതിനുള്ളിൽ പറഞ്ഞു പോയ പോലെ നമുക്ക് മായാപുരി മാർക്കറ്റ് എന്നാണെന്നോ അല്ലെങ്കിൽ ഇവിടെ വണ്ടികൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നോ ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് പുറകെ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവം അനുഗ്രഹിച്ചാൽ നമുക്കതും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നും ഡയറക്റ്റ് ഒരു വാഹനം പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് നമ്മൾ വണ്ടികൾ പോയി നോക്കിയെടുത്ത് തരുവാണ് ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ വാങ്ങിയിട്ടിട്ട് മറിച്ച് വയ്ക്കുകയല്ല ചെയ്യുന്നെന്നുള്ള കാര്യവും കൂടെ ഞാൻ ആദ്യം പറയുവാണ്. എന്നിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയനും കൂടെ എടുത്ത്, ഞാനൊരിക്കലും ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങളോട് പറയുമല്ല, അവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്താണെന്ന് നിങ്ങളോട് പറയും. നിങ്ങളുമായിട്ട് ഒപ്പീനിയൻ എടുത്തിട്ട് നമ്മൾ പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്ത് വണ്ടി എടുത്ത് തരുവാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ്. പലതും പല കമ്പനിക്കാരും പല രീതിയിലാണ് വാങ്ങുന്നത്. കൂടുതൽ വാങ്ങുന്നവരുണ്ട്, കുറച്ച് വാങ്ങുന്നവരുണ്ട്. പക്ഷേ നമ്മൾ റെഗുലറായിട്ട് ഒരേ ട്രാൻസ്പോർട്ട് കമ്പനിയിലാണ് നമ്മൾ വിടുന്നത്. അതിൻ്റെ പ്രൈസ് റേറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വരുന്ന റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. 2 ഓപ്ഷൻസാണ് നമുക്കുള്ളത്.
ബാംഗ്ലൂർ വരെ ട്രക്കിനും പിന്നെ കൊച്ചി വരെ ട്രക്കിനുമാണ് നിലവിൽ നമ്മൾ വണ്ടികൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ബൈ റോഡും വണ്ടികൾ നമ്മൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നാട്ടിൽ ലീവിനൊക്കെ വരുന്ന ആൾക്കാർക്ക് ചിലപ്പം കുറേയധികം ദിവസം വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കാണത്തില്ല, ആകെ ഒരു മാസത്തെ ലീവിന് വരുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു 4 ദിവസം കൊണ്ട്, അതായത് 3-ാമത്തെ ദിവസം നമ്മൾ നാട്ടിലെത്തും. പിന്നെ നമ്മൾ വണ്ടി വാഷൊക്കെ ചെയ്ത് നല്ല ക്ലീനാക്കി നേരെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഹാൻഡ് ഓവർ ചെയ്യും. അതിന് നമ്മൾ വേറെ ആൾക്കാരെ ഒന്നും ഏൽപ്പിച്ചല്ല വിടുക, ഞാൻ തന്നെയാണ് കൊണ്ടുവരിക. ഞാൻ തന്നെ കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ വണ്ടി ഡെലിവറി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വരുന്ന എല്ലാ വാഹനങ്ങളുടെയും ഞാൻ നേരിട്ട് പോയി ഇൻസ്പെക്ട് ചെയ്ത് എടുക്കുന്ന വണ്ടികളുടെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും ഡീറ്റെയിൽസും ആയിരിക്കും ഞാൻ ആ ഗ്രൂപ്പിൽ ഇടുക. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും അനാവശ്യമായിട്ട് കുറേയധികം ഫോട്ടോസോ ഡീറ്റെയിൽസോ ഒന്നും ഇടത്തില്ല. ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടികൾ വരുമ്പോൾ അത് മാത്രമാണ് ഞാൻ ഇടുക. അതുപോലെ നമ്മൾ എടുത്തു കൊടുക്കുന്ന വണ്ടികളുടെ വീഡിയോ പൊതുവെ ചെയ്യാറില്ല, പക്ഷേ ഇനി അതും സ്റ്റാർട്ട് ചെയ്യണം. കാരണം കുറച്ച് വീഡിയോസ് അങ്ങനെയും കൂടി ഇടുമ്പോഴാണ് ആളുകൾക്ക് കുറച്ചും കൂടെ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകുക എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ഇനി വരും വീഡിയോകളിൽ അതുമൊക്കെ ഉൾപ്പെടുത്താനായിട്ടുള്ള ശ്രമമുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായ പ്രകാരം എന്തെല്ലാം കാര്യങ്ങൾ പറയണം, എന്തെല്ലാം പറയരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്ന് നിങ്ങൾക്കൊരു നിർദ്ദേശം ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നിങ്ങളുടെ ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. എനിക്കറിയത്തില്ലാത്ത കാര്യമാണെങ്കിൽ അത് ഞാൻ മറ്റുള്ള ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നോ അന്വേഷിച്ച് പറഞ്ഞു തരാനും ശ്രമിക്കുന്നതാണ്. എന്നെ വിളിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും, ഞാൻ വളരെ കാര്യമായിട്ട് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എല്ലാ ഡീറ്റെയിലും പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ എൻ്റെ നിന്ന് വണ്ടി എടുക്കുമോ എടുക്കാതിരിക്കുമോ അത് രണ്ടാമത്തെ കാര്യമാണ്. എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇനി ഒരുപാട് പറഞ്ഞ് ആരെയും ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.